8 വർഷം നീണ്ട നിയമപോരാട്ടം, ഒരുപാട് വാദപ്രതിവാദങ്ങൾ, കാണാതായ ഡിജിറ്റൽ തെളിവുകൾ. ഇതിനെല്ലാം ഒടുവിൽ 2017 നടി ആക്രമിക്കപ്പെട്ട കേസില് ആ നിർണായക വിധി വന്നിരിക്കുകയാണ്. പ്രധാന പ്രതികളെ ശിക്ഷിച്ചപ്പോൾ ഗൂഢാലോചനയുടെ സൂത്രധാരനെന്ന് ആരോപിക്കപ്പെട്ട നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിധി വന്നത്? ഇതിന്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഇതാണ് എല്ലാവരെയും കുഴപ്പിക്കുന്ന ചോദ്യമല്ലേ? ഒരു ക്രൂരമായ കുറ്റകൃത്യം നടന്നു എന്ന് കോടതിക്ക് ബോധ്യമായി, പക്ഷെ അതിന്റെ പിന്നിലുണ്ടായിരുന്നെന്ന് പറയുന്ന ആളെ ശിക്ഷിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? നമുക്ക് നോക്കാം. ശരി, നമുക്ക് ആദ്യം തന്നെ ആ വിധിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേരളം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ഒരു കേസായിരുന്നു ഇത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. 8 വർഷം നീണ്ട ഒരു നിയമപോരാട്ടത്തിനാണ് ഒരു നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. അപ്പോ ഇതാണ് ഈ വിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറ്റകൃത്യം ചെയ്തവരെ കോടതി ശിക്ഷിച്ചു. പക്ഷെ അത് ചെയ്യിപ്പിച്ചുവെന്ന് ആരോപിക്കപ്പെട്ട ആൾക്കെതിരെയുള്ള കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ഇത് തന്നെയാണ് സമൂഹത്തിൽ വലിയ ചർച്ചകൾക്കും കാരണമായത്. ഈ ടൈംലൈൻ ഒന്ന് നോക്കിയേ. 2017 നടി ആക്രമിക്കപ്പെട്ടത് മുതൽ ദിലീപിന്റെ അറസ്റ്റ്, പിന്നെ വിചാരണയിലെ കാലതാമസം, പ്രോസിക്യൂട്ടർമാരുടെ രാജി, പുതിയ അന്വേഷണ സംഘം വരുന്നതുവരെ കണ്ടില്ലേ, ഈ കേസ് എത്രത്തോളം സങ്കീർണമായിരുന്നുവെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനി നമുക്ക് പ്രോസിക്യൂഷന്റെ ഭാഗം കേൾക്കാം. ദിലീപിനെതിരെ അവർ മുന്നോട്ട് വെച്ച പ്രധാന വാദങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്തായിരുന്നു അവരുടെ കേസ്? പ്രോസിക്യൂഷൻ ഉപയോഗിച്ചൊരു പ്രധാന വാക്കാണ് കൊട്ടേഷൻ. നമ്മൾ സിനിമയിലൊക്കെ കേൾക്കുന്ന പോലെ തന്നെ. അതായത് ഇത് പെട്ടെന്നുണ്ടായ ഒരു ആക്രമണമല്ല, മറിച്ച് പണം നൽകി കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്യിപ്പിച്ച ഒരു കുറ്റകൃത്യമാണ് എന്നായിരുന്നു അവരുടെ പ്രധാന വാദം. പ്രോസിക്യൂഷന്റെ കഥ ഇങ്ങനെയാണ്. ഇതിന്റെ എല്ലാം തുടക്കം ഒരു വ്യക്തിപരമായ വൈരാഗ്യത്തിൽ നിന്നാണ്. ഈ വൈരാഗ്യമാണ് അവസാനം ഒരു ക്രിമിനൽ ഗൂഢാലോചനയിലേക്കും ഇത്രയും ക്രൂരമായ ഒരു കുറ്റകൃത്യത്തിലേക്കും നയിച്ചതെന്നാണ് അവർ വാദിച്ചത്. നോക്കൂ, ദിലീപിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ അത്ര നിസ്സാരമല്ല. ഗൂഢാലോചന, കൂട്ടബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, IT നിയമലംഘനം. ഇതിലെ ഓരോ കുറ്റവും ആ ഗൂഢാലോചനയുമായി ബന്ധിപ്പിച്ച് കുറ്റകൃത്യത്തിൽ ദിലീപിന് നേരിട്ട പങ്കുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് പ്രോസിക്യൂഷൻ ശ്രമിച്ചത്. അപ്പോ ഇത്രയും വലിയ ആരോപണങ്ങൾ, ഇത്രയധികം വകുപ്പുകൾ, എന്നിട്ടും എന്തുകൊണ്ടാണ് ദിലീപിനെ കോടതി വെറുതെ വിട്ടത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് വരാം. ഇവിടെയാണ് നിയമത്തിലെ ഒരു പ്രധാന കാര്യം വരുന്നത്. സംശയാതീതമായി തെളിയിക്കാവുന്നത്. അതായത് ഒരു ചെറിയ സംശയമുണ്ടെങ്കിൽ പോലും അതിന്റെ ഗുണം പ്രതിക്ക് കിട്ടണം. ഈ കേസില് ഗൂഢാലോചന നടന്നു എന്ന് ഒരു സംശയത്തിനുമിടയില്ലാത്ത വിധം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് കോടതി പറയുന്നത്. അതായത് പ്രോസിക്യൂഷൻ കൊടുത്ത തെളിവുകളൊന്നും ദിലീപിനെയും ഈ ഗൂഢാലോചനയെയും തമ്മിൽ നേർക്കുനേർ ബന്ധിപ്പിക്കുന്നതായിരുന്നില്ല. സാക്ഷിമൊഴികളിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ടായിരുന്നു. തെളിവുകളുടെ കണ്ണികൾ പലയിടത്തും മുറിഞ്ഞുപോയി. ഇതെല്ലാമാണ് കേസിനെ ദുർബലമാക്കിയത്. ഈയൊരു പോയിന്റ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. കോടതി ഒരിക്കലും പറഞ്ഞിട്ടില്ല ആ കുറ്റകൃത്യം നടന്നിട്ടില്ല എന്ന്. കുറ്റം നടന്നു, അതിൽ പ്രതികളായവരെ ശിക്ഷിക്കുകയും ചെയ്തു. പക്ഷേ അത് ചെയ്യിച്ചത് ദിലീപാണെന്ന് തെളിയിക്കാൻ പറ്റിയില്ല. ഇത് രണ്ടും രണ്ടാണ്. ഇതാണ് ഈ വിധിയുടെ കാതൽ. അപ്പോ എന്തൊക്കെയായിരുന്നു ആ പാളിച്ചകൾ? പ്രോസിക്യൂഷൻ കേസ് എവിടെയാണ് വീണുപോയത്? നമുക്ക് തെളിവുകളിലെ പ്രധാന പ്രശ്നങ്ങൾ ഒന്നൊന്നായി നോക്കാം. ഒന്നാമത്തെ കാര്യം, സാക്ഷികൾ കൂട്ടത്തോടെ മൊഴിമാറ്റി പറഞ്ഞു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ ആ മൊബൈൽ ഫോൺ, അതിതുവരെ കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. കോടതിയുടെ കയ്യിലിരുന്ന മെമ്മറി കാർഡിൽ പോലും കൃത്രിമം നടന്നെന്ന ആരോപണം വന്നു. കൊട്ടേഷൻ തുക കൈമാറിയതിനും വ്യക്തമായ തെളിവുകളുണ്ടായിരുന്നില്ല. ഇതൊക്കെ ആയപ്പോ ഗൂഢാലോചന എന്ന വാദം കോടതിക്ക് മുന്നിൽ ദുർബലമായി പോയി. അപ്പോ ദിലീപിനെ വെറുതെ വിട്ടു. ഇനി ഈ കേസ് ഇവിടെ തീർന്നോ? അതോ ഇനിയും എന്തെങ്കിലും നിയമപരമായ സാധ്യതകൾ ബാക്കിയുണ്ടോ? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. തീർച്ചയായും ഈ വിധി അന്തിമമല്ല. കീഴ്ക്കോടതിയുടെ വിധിക്കെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ പോകാൻ നിയമം അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നിയമപോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിജീവിതയ്ക്കോ അല്ലെങ്കിൽ സർക്കാരിനോ ഹൈക്കോടതിയെ സമീപിക്കാൻ സാധിക്കും. വിചാരണ കോടതിയുടെ വിധിയിലെ എന്തെങ്കിലും നിയമപരമായ പിഴവുകളുണ്ടോ എന്ന് ഹൈക്കോടതി വീണ്ടും പരിശോധിക്കും. അതുകൊണ്ട് ഇത് അവസാന അധ്യായമാകണമെന്നില്ല. ഈ കേസ് വെറുമൊരു വ്യക്തിയുടെയോ ഒരു സംഭവത്തിന്റെയോ മാത്രം കാര്യമല്ല. നമ്മുടെയൊക്കെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് തന്നെ ചില വലിയ ചോദ്യങ്ങൾ ഇത് ചോദിക്കുന്നുണ്ട്, അല്ലേ?
ഡിജിറ്റൽ തെളിവുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? വിചാരണകൾ എന്തിനാണ് ഇത്രയധികം നീണ്ടുപോകുന്നത്? സമൂഹത്തിൽ സ്വാധീനമുള്ള ഒരാൾ പ്രതിയാകുമ്പോൾ കേസിന്റെ ഗതി മാറുമോ? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ കേസ് അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പിന്നെ മറ്റൊരു പ്രധാന കാര്യമാണ് മാധ്യമ വിചാരണ. കോടതി ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങൾ ഒരാളെ കുറ്റവാളിയായി പ്രഖ്യാപിക്കുന്നത് പലപ്പോഴും കേസിനെ ബാധിക്കാറുണ്ട്. ഇത് നീതിയുക്തമായ വിചാരണ എന്ന ആശയത്തിന് തന്നെ എതിരാണ്. അപ്പൊ നമ്മള് എന്ത് മനസ്സിലാക്കണം? ഇത് അന്വേഷണ സംഘത്തിന്റെ പരാജയമാണോ? അതോ എത്ര വലിയ ബഹളമുണ്ടായാലും കൃത്യമായ തെളിവില്ലാതെ ഒരാളെ ശിക്ഷിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കില്ല എന്നതിന്റെ തെളിവാണോ? ഇതിനൊരൊറ്റ ഉത്തരമില്ല, അല്ലേ? ചിന്തിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. നിങ്ങൾക്കെന്തു തോന്നുന്നു? ഈ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ പോകണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള നിയമപരമായ കാര്യങ്ങൾ ലളിതമായി അറിയാൻ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക.